നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി അവസാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇതിൽ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്ന മറ്റൊരു ഭാഗമാണ് ജാമിതീയ സാധ്യതകൾ എന്നുള്ള ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജാമിതീയ രൂപങ്ങൾ, അതിന് സാധ്യതകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാകെ ഒരൊറ്റ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് വരുള്ളൂ, ഒറ്റ ടൈപ്പ് പ്രോബ്ലം വരുള്ളൂ. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചതുരം, ആ ഒരു ചതുരത്തിൽ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മൾ ഈ മുഴുവൻ ചതുരത്തിൽ നമ്മൾ കണ്ണടച്ചിട്ടൊരു കുത്തിടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പോയിന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൽ വരാനുള്ള സാധ്യത എത്ര, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൽ വരാനുള്ള സാധ്യത എത്ര, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനുള്ളത്, അല്ലെങ്കിൽ ജാമിതീയ സാധ്യതകൾ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരാനുള്ളത്. അപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇത് കുത്തിട്ടതിൽ വരാൻ എത്ര സാധ്യത ഉണ്ട്, സോറി ഇത് ഷെയ്ഡ് ചെയ്തതിൽ കുത്തിടാൻ എത്ര സാധ്യത ഉണ്ട്, അല്ലാത്തതിൽ വരാൻ എത്ര സാധ്യത ഉണ്ട് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആകെ ഇതിന്റെ പകുതിയോളം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ പകുതിയിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ 1/2, രണ്ടിലൊന്നാണ്, 1/2 ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ഇതുപോലെ ഇപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ പകുതിയിലാണ് എന്നൊന്നും പറഞ്ഞിട്ട് തരുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആവശ്യമുള്ള ചാൻസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് പോയിന്റ് ഇടാനുള്ള ഭാഗത്തിന്റെ ഏരിയ, അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ ഏതാണോ പറഞ്ഞത് ആ ഭാഗത്തിന്റെ പരപ്പ് ഡിവൈഡഡ് ബൈ ആ രൂപത്തിന്റെ ടോട്ടൽ ഏരിയ, അതായത് ഏരിയ ടു ബി പോയിന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, എൻറ്റയർ ഏരിയ ഓഫ് ദ ഗിവൺ ഫിഗർ. ആകെ കിട്ടിയ ഏരിയയിൽ എത്ര ഭാഗത്ത് അല്ലെങ്കിൽ എത്ര ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗം, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ബൈ ടോട്ടൽ ഏരിയ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ പോയിന്റ് ഇടാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. സോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത്, അപ്പോ ചിത്രത്തില് ഒരു സമചതുരം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതൊരു സമചതുരാണ്. ആ സമചതുരത്തിന്റെ അകത്ത് എല്ലാ പോയിന്റും കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ച രീതിയിൽ ഒരു വൃത്തം തന്നിട്ടുണ്ട്. നമ്മളോട് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. നമ്മൾ കണ്ണടച്ചൊരു കുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ വൃത്തത്തിനകത്ത് വരാനുള്ള സാധ്യത എത്ര ഉണ്ടാവും എന്നാണ് നമ്മളോട് കാണേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ അത് വൃത്തത്തിന് പുറത്ത് ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ വരാനുള്ള സാധ്യത എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഒരു പക്ഷേ ഈ വൃത്തം കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് നമ്മളോട് എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എന്തെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തരാം. ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എന്തെന്നൊക്കെ നമ്മൾ ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ പല രീതിയിലായിരിക്കും. ഇപ്പോ നമ്മൾ ചെയ്യുന്നത് അത് വൃത്തത്തിനകത്ത് വരാനുള്ള സാധ്യത എന്ത് എന്നുള്ളത് മാത്രമാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അതിന് കൂടുതൽ ചെയ്യാൻ നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മൾ പഠിച്ചു വെച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏരിയ ടു ബി പോയിന്റ്, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാനുള്ള ഏരിയ ബൈ ടോട്ടൽ ഏരിയ. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് ഇടുന്നത് എവിടെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വൃത്തത്തിൽ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഇതല്ലേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ചെയ്യേണ്ട കാര്യം. സോ ഏരിയ ഓഫ് സർക്കിൾ എന്താന്നുള്ളത് നമുക്കറിയാം, അത് πr² ആണ്.
ഡിവൈഡ് ബൈ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ആണ്. അപ്പൊ ഒരിക്കലും നമുക്ക് പൈ ആർ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. കാരണം ഈ റേഡിയസ് എന്ന് പറയുന്ന ആ ഒരു വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നതും നമ്മുടെ ചതുരത്തിന്റെ സൈഡ് എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണോ മുകളിലുള്ളത് അല്ലെങ്കിൽ ഏതിനെ വെച്ചിട്ടാണോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെടുത്തി ടോട്ടൽ അളവ് പറയാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്കിപ്പോ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മൾ പി വരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഈ ആരം എന്ന് പറയുന്നത് ഇതേ ദൂരം തന്നെയാണ് അല്ലെ. അതായത് നമ്മുടെ ചതുരത്തിന്റെ സൈഡിന്റെ പകുതിയാണ് നമ്മുടെ വൃത്തത്തിന്റെ ആരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വ്യാസമാക്കി മാറ്റി കഴിഞ്ഞാൽ അല്ലെ, വ്യാസമാക്കി മാറ്റി കഴിഞ്ഞാൽ ആ സെയിം ലെങ്ത് തന്നെയല്ലേ നമ്മുടെ ചതുരത്തിന്റെ സൈഡ് എന്ന് പറയുന്നത്. സോ ഈ രൂപത്തിലാണെങ്കിൽ ഇത് ആരമാണെങ്കിൽ ഇതും ആരം തന്നെയാണ്. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 2r എന്നാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 2r ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ നമ്മൾ അത് എന്ത് ചെയ്യാം, പൈ ആർ സ്ക്വയർ തന്നെ എഴുതാം ഡിവൈഡഡ് ബൈ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ വശം സ്ക്വയർ ആണ് അല്ലെ, വശം സ്ക്വയർ ആണ്. സമചതുരത്തിന്റെ പരപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം വശം എന്ന് പറയുന്നത് 2r ആണ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ 2r എഴുതി. അതിന്റെ സ്ക്വയർ ആണ്, അതായത് വശം 2r ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 2r സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ മുകളിൽ പൈ ആർ സ്ക്വയർ തന്നെ മാറ്റൊന്നുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ കമ്പൈൻ ചെയ്ത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ സ്ക്വയർ ഈ പറഞ്ഞ 2നും ബാധകമാണ്, ഈ പറഞ്ഞ 6നും ബാധകമാണ്. അതായത് ഈ 2r സ്ക്വയർ 2r സ്ക്വയർ നമ്മൾ ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയർ ഈ 2നും നമുക്ക് ബാധകമാണ്, 6നും ബാധകമാണ്. സോ അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2ന് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 സ്ക്വയർ 4 എന്ന് വരും. സോ 6ന് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ r സ്ക്വയർ തന്നെയായി. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മുകളിൽ ഒരു r സ്ക്വയർ ഉണ്ട്, താഴെ ഒരു r സ്ക്വയർ ഉണ്ട്. ഒരുപോലെയുള്ള നമ്പേഴ്സ് മേലെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ബാക്കി വരുന്ന പൈ ബൈ 4 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ അകത്ത് നമ്മൾ പോയിന്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് പൈ ബൈ 4 ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോ ഇതുപോലെ വരുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ പരിചയപ്പെടാം. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഐഡിയ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതാണോ ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണോ പോയിന്റ് ഏരിയ അത് ബൈ ടോട്ടൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ നമുക്ക് മറ്റു ചില ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ ജോമെട്രിക്കൽ ആയിട്ടുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇവിടെ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പോയിന്റ് ഇൻ ദി ഷെയ്ഡഡ് പോർഷൻ. അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തുള്ള പോയിന്റ് ഇടാൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ കുത്തിടാൻ എത്ര സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് കുത്തിടാണെങ്കിൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാൻ എത്ര സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫിഗറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു സ്ക്വയർ ആണ്, അതുപോലെ തന്നെ ഇതും ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ ഇൻസ്ക്രൈബ് ഇൻ എ സർക്കിൾ, ഒരു സർക്കിളിൽ വൃത്തത്തിൽ കറക്റ്റ് ആയിട്ട് സ്ക്വയർ അതിന്റെ പൊസിഷനിൽ ഇൻസ്ക്രൈബ് ചെയ്ത പോലെയാണ്. അതുപോലെ തന്നെ ഇതും ഒരു സ്ക്വയർ ആണെന്ന് ഓർക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിലെല്ലാം
നമുക്ക് കുത്തിടാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാനുള്ള ഭാഗത്തിന്റെ ഏരിയ, ഷെയ്ഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ ഷെയ്ഡ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ അല്ലേ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ ബൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ ആയി. സോ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ബൈ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരുപോലെ കിട്ടുന്ന വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്, എ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇനി ഇതല്ലേ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന വാല്യൂ അല്ലെ, ഹൈറ്റ് എച്ച്. അപ്പോ നിങ്ങൾ നോക്കുക, ഇത് എ ആണെങ്കിൽ ഇതും എ തന്നെ ആയിരിക്കൂലേ. സോ ആ എയുടെ പകുതി അല്ലേ നമ്മുടെ എച്ച് അല്ലെ, എയുടെ പകുതി അല്ലേ നമ്മുടെ എച്ച് ഉള്ളത്. സോ ഇത്രയും ദൂരം ഇതല്ലേ നമ്മുടെ എച്ച് അല്ലെ, എയുടെ പകുതിയാണ് നമ്മുടെ എച്ച്. സോ ഇവിടെ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ബി നമ്മുടെ പാദമാണ്, പാദം ഇത് തന്നെയല്ലേ, എ തന്നെയല്ലേ. സോ ഹാഫ് ഇൻറ്റു നമുക്ക് അത് ചെയ്താണ് ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന പാദം നമ്മുടെ എ തന്നെയാണ്. സോ എ ഇൻറ്റു ഇനി നമുക്ക് അവിടെ എച്ച് ആണ് വേണ്ടത്, ത്രികോണത്തിന്റെ ഉയരം. ഉയരം എന്ന് പറയുന്നത് a/2 ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ a/2 ഇത് ത്രികോണത്തിന്റെ മാത്രം ഏരിയ പരപ്പാണ് ഡിവൈഡഡ് ബൈ ചതുരത്തിന്റെ എ സ്ക്വയർ കൂടെ നമ്മൾ എഴുതല്ലേ, എ സ്ക്വയർ. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്കുള്ളത് ഹാഫ് ഇൻറ്റു a/2. അപ്പൊ ഈ ഹാഫും ഈ ബൈ 2 നമുക്ക് ഒരുപോലെ വിളിക്കാനുള്ള നമ്പേഴ്സ് ആണ്. മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ 1 a അതാണ് മുകളിലുള്ളത്, താഴെ ബൈ 2 വീണ്ടും ബൈ 2. സോ നമുക്ക് അതിൽ മാറ്റി എഴുതുമ്പോ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എ ബൈ 2 എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സോ നമുക്ക് അവിടെ 1/4 എ സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ വീണ്ടും ഒരു എ സ്ക്വയർ എന്ന് വരും. സോ മുകളിൽ താഴെ നമുക്ക് ഒരുപോലെ എ സ്ക്വയർ വന്നു. ബാക്കി ആൻസർ 1/4 എന്നുള്ളതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൽ കുത്തു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/4 ആയിരിക്കും, അല്ലെങ്കിൽ 1/4 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. അപ്പോ ഇതൊരു സ്ക്വയർ ആണെന്ന് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം πr² ആണ് അല്ലെ, πr². സ്ക്വയറിന്റെ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോ ഇവിടെ എ എന്ന് പറയുന്നത് വശമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വശം എന്ന് പറയുന്ന ഈ ഒരളവ് ഒരു കാരണവശാലും നമുക്ക് റേഡിയസുമായിട്ടോ ഡയമീറ്ററുമായിട്ടോ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരമായിട്ടോ വ്യാസമായിട്ടോ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസ്കി ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൊക്കെ കുറെ കുട്ടികൾ ഇത് ചെയ്ത് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൃത്തത്തിന്റെ വ്യാസം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ല, വ്യാസം അതായത് ഡയാമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാണ് വ്യാസം, അതിന്റെ പകുതിയാണ് ആരം എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. എനിവേ ഏതൊരു സമചതുരത്തിനായാലും അല്ലെങ്കിൽ ഏതൊരു ചതുരത്തിനായാലും ഇവിടെ നമ്മൾ സമചതുരം ആയതുകൊണ്ട് തന്നെ സമയത്തിന്റെ കേസ് മാത്രം പറയാം. ഇവിടെ നമുക്ക് കുത്തുകാലുള്ള ഏരിയ എന്ന് പറയുന്നത് ചതുരമാണ് അല്ലെങ്കിൽ സമചതുരമാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചാൻസ് ചതുരം ബൈ വൃത്തമാണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് ചതുരത്തിന്റെ ഏരിയ ബൈ വൃത്തത്തിന്റെ ഏരിയ. സോ പല ആളുകളും അത് എന്ത് ചെയ്യും, എ സ്ക്വയർ ബൈ സമചതുരം ആയതുകൊണ്ട് എ സ്ക്വയർ ബൈ πr² എഴുതി വെക്കാറാണ് പതിവ്. പക്ഷെ നിങ്ങൾ കൂടി കാര്യം ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വശത്തിനെയും ആർ എന്ന് പറയുന്ന ആരത്തിനെയും കണക്ട് ചെയ്യാൻ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡി എന്ന് പറയുന്ന ഈ ദൂരം നിങ്ങൾ ശ്രദ്ധിച്ചു, അത്
ഒരു പക്ഷെ നമ്മുടെ വൃത്തത്തിന്റെ വ്യാസമായിരിക്കാം. പക്ഷെ അതിലുപരി നമ്മുടെ ഈ സമചതുരത്തിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വികർണം, ഡയഗണൽ, എതിർകോണുകളെ അല്ലെങ്കിൽ എതിർമൂലകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന രേഖയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വികർണം. സോ ഇതിന്റെ വികർണം കൂടിയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ സമചതുരത്തിന്റെ പരപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡയഗണൽ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അര ഇൻറ്റു വികർണം സ്ക്വയർ ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു സമവാക്യം കൂടെ എനിക്ക് കാണാനുണ്ട്. സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. സോ ഹാഫ് ഇൻറ്റു ഡയഗണൽ. അപ്പൊ ഹാഫ് ഇൻറ്റു ഡയഗണൽ എന്നുള്ളത് ഞാൻ തൽക്കാലം ഹാഫ് ഡി സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്, ഡിവൈഡഡ് ബൈ ഈ വൃത്തത്തിന്റെ അളവ് നമുക്കറിയാം, പരപ്പളവ് കാണാൻ പൈ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇനി നോക്ക്, ഈ ആരത്തെ ഈ ഡി എന്ന് പറയുന്ന വികർണത്തെയും ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആരം എന്ന് പറയുന്നത് വികർണത്തിന്റെ അല്ലെങ്കിൽ വ്യാസത്തിന്റെ പകുതി അല്ലേ? ഇതല്ലേ വികർണം, അതല്ലേ വ്യാസം. വ്യാസത്തിന്റെ പകുതി അല്ലേ ആരം. സോ പൈ ആർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, d/2 എന്ന് എഴുതി കൂടെ, ആറിന് പകരം d/2 കൊടുക്കൂടെ. സോ അപ്പൊ നമ്മൾ പൈ ആർ സ്ക്വയർ എഴുതുമ്പോൾ പൈ ഇൻറ്റു d/2ന്റെ സ്ക്വയർ എന്ന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് d/2 എന്ന് പറയുന്നതാണ് r. അപ്പൊ r സ്ക്വയറിന് പകരം d/2 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ സ്ക്വയർ എന്ന് പറയുന്നത് d എന്ന് പറയുന്ന ആൾക്കും ബാധകമാണ്, 2നും ബാധകമാണ്. നമ്മൾ നേരത്തെ കുറിച്ചപ്പോ പറഞ്ഞ പോലെ തന്നെ ഹരിക്കുമ്പോഴും അതെന്താണ്, ഒരുപോലെ തന്നെയാണ്. സോ അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ ഹാഫ് ഡി സ്ക്വയർ അതുപോലെ തന്നെ ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി സ്ക്വയർ. അതായത് ഈ 2 സ്ക്വയർ ഡിക്കും ബാധകമാണ്, ബൈ 2നും ബാധകമാണ്. സോ പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 കിട്ടും. അതായത് ഇതിനെ നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ ഡി സ്ക്വയർ ബൈ 2 ഹരിക്കണം പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. അപ്പൊ ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡി സ്ക്വയർ ബൈ 2 അതുപോലെ തന്നെ എഴുതി. ഇനി ഇത് ഒരു ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ ആ ഹരിക്കുന്ന നമ്പറിനെ തല തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. സോ ഇതിനെ നമ്മൾ തല തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഇൻറ്റു 4/5 ഡി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ ഡി സ്ക്വയർ ഉണ്ട്, താഴെ ഡി സ്ക്വയർ ഉണ്ട്. ഇനി ഈ 2നെ 4 നമുക്ക് വെട്ടാൻ പറ്റും, കാരണം 2 ഇൻറ്റു 1ഉം 2 ഇൻറ്റു 2ഉമാണ് 4. സോ മുകളിൽ 2 എന്ന് കിട്ടും, താഴെ പൈ എന്ന് കിട്ടും. സോ ആൻസർ 2/π എന്ന് കിട്ടും. അതായത് ഈ സമചതുരത്തിനുള്ളിൽ നമ്മളൊരു കുത്തിടാനുള്ള സാധ്യത 2/π എന്താണോ അതായിരിക്കും ആൻസർ എന്ന് കിട്ടുന്നത്. സോ ഈ രൂപത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരുപോലെയുള്ള അളവുകളെ ഒന്നിച്ച് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ ഡയഗണൽ എന്ന് പറയുന്ന വികർണവും വ്യാസവും ഒന്നാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കാണാൻ പറ്റും. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കുറച്ചെങ്കിലും കൺഫ്യൂസ് ആയിട്ടുണ്ടാവും, എങ്ങനെ നമുക്ക് ഈ ഭാഗത്തിന്റെ പരപ്പ് കാണാമെന്നുള്ളത്. അതായത് ഇതുപോലെയുള്ള ഭാഗങ്ങളുടെ പരപ്പൊന്നും നമ്മൾ ഓൾറെഡി കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ പഠിച്ചിട്ടില്ല. സോ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ഭാഗം ശരിക്കും നോക്കൂ, ഈ ഒരു ഭാഗം അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള ഒരു വൃത്താംശം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു ഭാഗം മുറിച്ച് വെച്ച രീതിയാണ്. സോ ആ ഒരു സംഭവം അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പുറത്ത് മുകളിൽ എല്ലാവർക്കും നമുക്ക് അങ്ങനത്തെ കുറച്ച് പീസുകളായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, ഇതുപോലെയുള്ള ഒരു വൃത്തം, ആ വൃത്തത്തിൽ നമ്മൾ ഈ മുറിച്ച ഈ ഭാഗം അല്ലേ ശരിക്കും പറയുന്നത് ഈ സംഭവം അല്ലെ? നിങ്ങൾ നോക്ക്,
ഇത് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് വെക്കില്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4 ഭാഗങ്ങളിൽ കാണുന്ന ഈ ഒരു രൂപങ്ങൾ ഒരു വൃത്തത്തിൽ നിന്ന് മുറിച്ചു മാറ്റി വേർപെടുത്തിയതാണ് നിങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംഭവം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു വൃത്താംശമാണ്. വൃത്താംശത്തിന്റെ പരപ്പ് കാണാൻ നമുക്ക് ഇതിന്റെ പരപ്പാണ് ആവശ്യമുള്ളത്, ഈ പരപ്പാണ് ആവശ്യമുള്ളത്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെയുള്ള രൂപങ്ങളുടെ പരപ്പ് ഓൾറെഡി നമുക്ക് അറിയില്ല. അപ്പൊ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ വലിയ ചതുരത്തിൽ നിന്ന് ഇതുപോലത്തെ 4 പീസ് മുറിച്ചു കളഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗമല്ലേ നമ്മുടെ ഷെയ്ഡ് ചെയ്ത ഭാഗം. പ്രാവശ്യം കൂടെ ഈ വലിയ ചതുരത്തിൽ നിന്ന് ഇതുപോലത്തെ 4 ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞാൽ കിട്ടുന്നതല്ലേ ഷെയ്ഡ് ചെയ്ത ഭാഗം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ വലിയ സമചതുരത്തിന്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ 4 പൊട്ടികളുടെ ഏരിയ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും, മൈനസ് ചെയ്യും. അപ്പൊ ഇതിന്റെ 1ന്റെ ഏരിയ അറിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിൾ അല്ലേ? സോ 1ന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു വൃത്താംശമാണ്. വൃത്താംശത്തിന്റെ ഏരിയ, വൃത്തത്തിന്റെ ഏരിയയുടെ x/360 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഈ x/360 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കോണിലാണോ ആ വൃത്താംശം മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് വൃത്താംശം. ഇത് 90 ഡിഗ്രി എന്ന് കിട്ടും. സോ ഇങ്ങനത്തെ വൃത്താംശമൊക്കെ 90 ഡിഗ്രിയുടെ കോണിലായിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 90/360 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൃത്തത്തിന്റെ ഭാഗമാണ്. അത് അമാനമായിട്ടല്ലേ വരിക. ഈ ദൂരം, ഇത് കേന്ദ്രവും ഇത് ആരവുമായിട്ടല്ലേ വരിക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ 4 പീസുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു πr² തുല്യമായ ഒരു വൃത്തം നമുക്ക് അവിടെ കിട്ടില്ലേ? ഇതൊരു വൃത്തത്തിന്റെ കാൽഭാഗമാണ്. ഇത് മറ്റൊരു അതേ വൃത്തത്തിന്റെ കാൽഭാഗം, അതേ വൃത്തത്തിന്റെ കാൽഭാഗം, അതേ വൃത്തത്തിന്റെ കാൽഭാഗം. ഇങ്ങനെ 4 കാൽഭാഗങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഴുവൻ വൃത്തം നമുക്ക് കിട്ടും. ഒരു വൃത്തത്തിന്റെ മുഴുവൻ പരപ്പ് πr² ആണ്. ആകെയുള്ള സമചതുരത്തിന്റെ പരപ്പിൽ നിന്ന് ഒരു πr² ഒഴിവാക്കിയാൽ കിട്ടുന്നതല്ലേ നമ്മുടെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ആകെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു വശം എ. അപ്പൊ a² എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും നോക്കുക, ഇത് മുഴുവൻ എ ആണെങ്കിൽ ഇത്രയും ഭാഗം 6 എന്ന് കിട്ടും, ഇത്രയും ഭാഗവും 6 എന്ന് കിട്ടും. അപ്പൊ മുഴുവൻ എ എന്ന് പറയുന്നത് 2 6ന് തുല്യമല്ലേ, 2 ആരത്തിന് തുല്യമല്ലേ. സോ a² എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് തന്നെ a² എന്ന് പകരം 2 6ന്റെ സ്ക്വയർ കൊടുക്കും. അത് നമുക്ക് എത്ര കിട്ടും? 4r² കിട്ടും. കാരണം 2ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ, അങ്ങനെ 4r² നമുക്ക് അവിടെ കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, ആ 4r² നിന്ന് എന്താണ് കളയേണ്ടത്? ഒരു വൃത്തത്തിന്റെ പരപ്പല്ലേ കളയേണ്ടത്. സോ ഷെയ്ഡ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ആകെയുള്ള 4r² നിന്ന് വൃത്തത്തിന്റെ πr² മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ r² 2 ഒരുപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4 - π കോമൺ ആയി എടുത്ത് r² എന്ന് ഇങ്ങനെ എഴുതാം. ഇതായിരിക്കും ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ. പക്ഷെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ അല്ല, പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതിന്റെ മൊത്തം ഏരിയയിൽ എത്ര ഭാഗത്ത് ഷെയ്ഡ് ചെയ്തത് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പ് ഡിവൈഡഡ് ബൈ സമചതുരത്തിന്റെ പരപ്പ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി നമുക്കറിയാം 4 - π r² ഡിവൈഡഡ് ബൈ താഴെ സമചതുരത്തിന്റെ പരപ്പ് എന്താ? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതല്ലേ സമചതുരത്തിന്റെ പരപ്പ്, ഇതല്ലേ
നമ്മുടെ മുകൾ വൃത്തത്തിന്റെ പരപ്പ് അത് ഒഴിവാക്കിയാൽ ഈ ഭാഗം ആ ഭാഗം നമ്മൾ മുകളിൽ എഴുതി ഡിവൈഡഡ് ബൈ 4r² എന്ന് എന്ത് ചെയ്യാൻ പറ്റും, താഴെ എഴുതാൻ പറ്റും. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വരുന്ന r² ഇവിടെ വരുന്ന r² കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി വരുന്നത് 4 - 5 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് ചെയ്ത ഏരിയ ഡിവൈഡഡ് ബൈ സമയത്തിന്റെ ഏരിയ എന്നുള്ള അർത്ഥത്തിൽ കാണാൻ പറ്റും. സോ ഈ ചെയ്തതായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ എഴുതി വരുന്ന രീതിയിൽ തന്നെ ആ ബോർഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് കേട്ട് അതുപോലെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിക്കോളാന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഐഡിയ കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെയുള്ള ചെറിയ വൃത്തത്തിൽ നിന്ന് മുറിച്ചെടുത്ത കഷ്ണമാണ്. വൃത്തത്തിന്റെ 4 ഭാഗമാണ് ഇത്. അതുപോലത്തെ 4 ഭാഗങ്ങൾ ചേർന്നാൽ ഒരു മുഴുവൃത്തമായി. അപ്പോൾ ചതുരത്തിൽ നിന്ന് ആ മുഴുവൃത്തം ഒഴിവാക്കിയാൽ ഉള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ആ ഷെയ്ഡ് ചെയ്തത് ബൈ ടോട്ടൽ ചതുരം ചെയ്താൽ കിട്ടിയതാണ് 4 - 5/4 എന്ന് പറയുന്ന വാല്യൂ. സോ അതായിരുന്നു നമ്മുടെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അവസാനമായിട്ട് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ ഒട്ടുമിക്ക കേസുകളിൽ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് 2 അർദ്ധവൃത്തങ്ങളല്ലേ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. 2 അർദ്ധവൃത്തങ്ങളല്ലേ നമുക്ക് ഷെയ്ഡ് ചെയ്തതായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഈ അർദ്ധവൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത്, ചെറിയ അർദ്ധവൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് വലിയ വൃത്തത്തിന്റെ ആരമല്ലേ, റേഡിയസ് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും തരുന്നുണ്ടാവുക, ചെറിയ വൃത്തത്തിന്റെ വ്യാസം വലിയ വൃത്തത്തിന്റെ ആരമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. സോ ഈ അർദ്ധവൃത്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും ഒരേ വലുപ്പമായതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നമുക്കൊരു മുഴുവൻ വൃത്തം കിട്ടും. സോ ഇത്തരം ക്വസ്റ്റ്യനിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഒരു ചെറിയ വൃത്തമായി പരിഗണിക്കാൻ പറ്റും. ഡിവൈഡഡ് ബൈ മുഴുവൻ വൃത്തം എന്ന് പറയുന്നത് വലിയൊരു വൃത്തമായിട്ടും പരിഗണിക്കാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ സാധ്യത കണ്ടുപിടിക്കുമ്പോൾ ചെറിയ വൃത്തത്തിന്റെ പരപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ചെറിയ വൃത്തത്തിന്റെ ആരം നമുക്കറിയണം അല്ലെ. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ വൃത്തത്തിന്റെ ആരം സാധാരണയായിട്ട് ചെറിയ ആരം എടുത്തു കഴിഞ്ഞാൽ വലിയ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഈ 6ന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ 6ന്റെ വീട്ടിലേക്ക് മാറ്റൽ നമുക്ക് നിർബന്ധമാണ്. അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം ചെറിയ വൃത്തത്തിന്റെ ആരം πr² ആണെങ്കിൽ പരപ്പ് πr² ആണ്. ബൈ വലിയ വൃത്തത്തിന്റെ പരപ്പും πr² തന്നെയാണ്. അപ്പൊ r² π വെട്ടിപ്പോയാൽ ഒന്നേ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആൻസർ തെറ്റി. കാരണം ഈ ചെറിയ വൃത്തത്തിന്റെ ആരത്തിന്റെ അളവല്ല വലിയ വൃത്തത്തിന്റെ ആരത്തിനുള്ളത്. അത് രണ്ടും വേറെ വേറെ അളവുകളാണ്. സോ അത് നമുക്ക് തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിന്റെ ഈ ആരത്തെ വലിയ ആരത്തോട് താരതമ്യം ചെയ്ത ഒരു അളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇത് 6 ആണെങ്കിൽ ഇതും 6 തന്നെയാണ്. അത് രണ്ടും ചേർന്നതല്ലേ വലിയ വൃത്തത്തിന്റെ ആരം. അതായത് ചുരുക്കി പറഞ്ഞാൽ 2 ആരം അത് തന്നെയല്ലേ വലിയ വൃത്തത്തിന്റെ ആരം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ആരം എന്ന് പറയുന്ന വലിയ വൃത്തത്തിന്റെ ആരമായിട്ട് പരിഗണിച്ച് അവിടെ നമ്മൾ ആൻസർ കാണുമ്പോൾ ചെറിയ പരപ്പ് എന്ന് പറയുന്നത് πr² ഡിവൈഡഡ് ബൈ വലിയ പരപ്പ് എന്ന് പറയുന്നത് π ഇൻറ്റു വലിയ ആരത്തിന്റെ സ്ക്വയർ ആണ്. അത് 2 ആറാണെന്ന് നമുക്കറിയാം. π ഇൻറ്റു 2r² എന്നുള്ളത് ഇങ്ങനെ എഴുതണം, എങ്കിലേ ശരിയാവുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മാറ്റി ചെയ്യുന്ന സമയത്ത് മുകളിൽ πr² തന്നെ മാറ്റമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് π ഇൻറ്റു ഈ 2 ബാധകമാണ് 6 ബാധകമാണ്. സോ π ഇൻറ്റു 4 ഇൻറ്റു r² എന്ന് നമുക്ക് കിട്ടും. സോ അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ π ഇൻറ്റു 4 ഇൻറ്റു r² എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് മുകളിൽ π ഉണ്ട്, താഴെ π ഉണ്ട്. മുകളിൽ r² ഉണ്ട്, താഴെ r² ഉണ്ട്. സോ ബാക്കി വരുന്നത് മുകളിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ 1 ബൈ താഴെ 4 ഉള്ളതുകൊണ്ട് തന്നെ 1/4 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ കിട്ടും. സോ ഈ
ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് ചുറ്റു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ളത്. പക്ഷെ അത് അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഉള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഷെയ്ഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം ബൈ ടോട്ടൽ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പോവാ. ഇതുപോലത്തെ വേറെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. സോ അതുവരേക്കും ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. അതുപോലെ തന്നെ എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. സോ ഫ്രണ്ട്സ്, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ അതുവരേക്കും ബൈ.